ഗ്രന്ഥശാല പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ ബിപിൻ ആറങ്ങോട്ടുകരയുടെ പിൻവിളി എന്ന പുസ്തകത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആറങ്ങോട്ടുകര പോസ്റ്റ്, പട്ടാമ്പി പാലം എന്നീ 2 കവിതാ സമാഹാരങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പിൻവിളി എന്ന ഈ പുസ്തകവുമായി നമ്മൾക്കരികിലേക്ക് എത്തുന്നത്. അക്ഷരജാലകം ബുക്സാണ് പിൻവിളി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 160 രൂപയാണ് ഇതിൻ്റെ വില. ലളിതമായ ഭാഷ കൊണ്ടും ആഖ്യാന ശൈലി കൊണ്ടും ഈ കൃതി വായനക്കാരെ ആകർഷിക്കും. എഴുത്തുകാരൻ്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളുടെ ജീവിതങ്ങളും ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥകളുമെല്ലാം ഈ കഥകളിൽ കടന്നു വരുന്നു. 16 ചെറുകഥകളുടെ ഒരു സമാഹാരം കൂടിയാണ് ഈ പുസ്തകം. മനുഷ്യൻ സ്വതന്ത്രനായാണ് പിറക്കുന്നത്, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന റൂസോയുടെ പ്രശസ്തമായ വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് കഥകൾ ആരംഭിക്കുന്നത്. ഇതിലെ ഓരോ കഥകളും നമുക്ക് ഓരോ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക. 16 കഥകളും 16 തരത്തിലുള്ള അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുക. ഒന്നാമത്തെ കഥയായ ഉച്ചഭ്രാന്ത്. മദ്യം മനുഷ്യനെ എങ്ങനെയെല്ലാം മനുഷ്യനല്ലാതാക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. മദ്യം തലയ്ക്ക് പിടിക്കുമ്പോൾ നാമല്ലാതായി മാറുകയും നമ്മൾക്ക് പകരം വേറൊരാൾ നമ്മുടെ റോൾ ഏറ്റെടുക്കുന്നതുമായ ഒരു ഭീകര സത്യം ഈ കഥ നമ്മോട് പറയുന്നു. ഈ കഥ വായിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു ഭീതി നമ്മെ പിടികൂടും. ലഹരിക്കെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കഥ എന്ന് എനിക്ക് തോന്നുന്നു. ഇതിലെ 2ാമത്തെ കഥ ലൈക്ക്. കഥയിലെ കഥാപാത്രത്തിന് രാവിലെ മുതൽ കൈ തരിക്കാൻ തുടങ്ങിയതാണ്. ലൈക്ക് അടിക്കാതെ കൈകൾ തരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലൈക്ക് അടിക്കാൻ കഴിയാത്തതിൻ്റെ അസ്വസ്ഥത അയാളുടെ പ്രവർത്തികളിലെല്ലാം കാണുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴുമെല്ലാം ലൈക്ക് അടിക്കാനായി അയാളുടെ കൈകൾ തരിച്ചുകൊണ്ടേയിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയതിനു ശേഷം വേഗം തന്നെ അയാൾ തലേ ദിവസം വായിച്ചു കഴിഞ്ഞ പുസ്തകം ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ആദ്യത്തെ ലൈക്ക് അയാൾ തന്നെ അടിക്കുന്നു. പാതിരാ വരെ അയാൾ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ കിടന്നു തന്നെ ഉറങ്ങുന്നു. നേരം വെളുത്തു നോക്കുമ്പോൾ, ഭാര്യ വന്നു നോക്കുമ്പോൾ ആ മേശയിൽ തലവെച്ച് അദ്ദേഹം മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അപ്പോഴും മൊബൈലിൽ നിന്ന് നോട്ടിഫിക്കേഷൻ്റെ ശബ്ദങ്ങൾ ഉയർന്നുകൊണ്ടേയിരുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കൈകൾ ഉപയോഗിക്കുന്നത് ലൈക്ക് അടിക്കാനാണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചിലവഴിക്കുന്നത് മൊബൈലിനോടൊപ്പമാണ്. മറ്റെല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോകുന്നു. നമ്മളതിന് മൊബൈലിന് അടിമപ്പെട്ട ഒരു സമൂഹമാണെന്ന് നമുക്ക് ചുറ്റുപാടുമുള്ളത്. അതിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കഥ പിൻവിളി എന്ന് തന്നെയാണ്. പുസ്തകത്തിൻ്റെ പേരും പിൻവിളി എന്ന് തന്നെയാണ്. സ്പർശിയായി നമുക്ക് തോന്നുന്ന ഒരു കഥ പിൻവിളിയാണ്. പുസ്തകത്തിൻ്റെ പേരും പിൻവിളിയാണ്. ഒരു സ്വപ്നത്തിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. മരിച്ചുപോയ മകൻ ഒരു പിൻവിളിയോടെ തിരിച്ചെത്തുമെന്ന ഒരു അച്ഛൻ്റെ ഹൃദയവ്യഥകളാണ് ഈ കഥയ്ക്ക് ആധാരം. മക്കളെ നഷ്ടപ്പെട്ട ഏതൊരു പിതാവിൻ്റെയും ഏതൊരു മാതാവിൻ്റെയും ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയാണ് ഒരു പിൻവിളിയുമായി അവർ തിരികെ വന്നെങ്കിലെന്ന്. നമ്മെ ഏറെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കൃതി കൂടിയാണ് ഇത്. അതുപോലെ ഇതിൽ അസാധാരണത്വം നിറഞ്ഞ ഒരു കഥയാണ് മരണത്തിൻ്റെ പുസ്തകം. അത് വായിക്കുമ്പോൾ മരണം എന്ന അനിശ്ചിതത്വം നമ്മെ വീണ്ടും എഴുത്തുകാരൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു സലൂണിൽ മുടിവെട്ടാനായി ചെല്ലുന്ന ഒരാൾ പെട്ടെന്ന് തന്നെ മരിച്ച് തല ഒരു വശത്തേക്ക് ചരിച്ചു പിടിക്കുന്നു. ഉറങ്ങിപ്പോയതാവുമെന്ന് ആദ്യം കരുതി. പിന്നീടാണ് അദ്ദേഹം മരിച്ചതാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് മുടിവെട്ടുകാരൻ ഓർക്കുന്നത്, തലേ ദിവസം അയാൾ ഒരു കവർ കൊണ്ടുവന്ന് തന്നിരുന്നുവല്ലോ. മേശവലിപ്പിൽ നിന്ന് അത് തുറന്നു നോക്കുമ്പോൾ കാണുന്നത് മരണത്തിൻ്റെ മുഖലക്ഷണങ്ങൾ എന്ന പുസ്തകമാണ്. എന്തൊരു അനിശ്ചിതത്വം! നമ്മെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കഥ കൊണ്ടുപോകും. മരണം എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണെന്ന് എഴുത്തുകാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലെ ഓരോ കഥകളും വൃദ്ധസദനത്തിലേക്കുള്ള യാത്ര, ഇഞ്ചി, അവസാനത്തെ അത്താഴം, അന്ധ ആളുകളില്ലാതായ ഒരിടം, കുതിപ്പും അണപ്പും, മാഷച്ചൻ, പൊറോട്ടയും ബീഫും, പ്രവാസിയുടെ ഡയറി, നിറകൺചിരി, ഒരു പൈങ്കിളി കഥ എഴുതുന്നത് എങ്ങനെയാണ്, ഒരു നുണക്കഥ. എല്ലാ കഥകളും നമ്മെ ഓരോ ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഓരോ കഥകളും, ഇതിലെല്ലാ കഥകളും അവസാനിക്കുന്നത്. ഓരോ കഥകളും നമുക്ക്
പ്രത്യേകമായ ഒരു വായനാനുഭവമാണ് തരുന്നത്. വൃദ്ധസദനത്തിലേക്കുള്ള യാത്ര നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുടെ ഭാഗമാണ്. നമ്മുടെ യൗവനം മുഴുവൻ നമ്മൾ സമ്പാദിക്കുന്നതിനും എല്ലാമായി ഉപയോഗിക്കുന്ന അവസാനം വൃദ്ധസദനത്തിൽ നമുക്ക് താമസിക്കാൻ ഒരു മുറി ബുക്ക് ചെയ്യേണ്ടിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. ജീവിതത്തിൽ എന്തോ ആണ് അപ്പോൾ ഒരു മനുഷ്യൻ നേടുന്നത് എന്ന് ഈ കഥ ഓർമ്മപ്പെടുത്തുന്നു. ശിഷ്ടജീവിതം കഴിച്ചുകൂട്ടാൻ വൃദ്ധസദനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹം, ഈ ജീവിതം കൊണ്ട് നമ്മൾ നേടുന്നത് എന്താണെന്ന് ഈ കൃതി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലെല്ലാ കഥകളും നമുക്ക് വായനക്കാർക്ക് ഏറെ ഇഷ്ടപ്പെടും. ഒരു വായനാനുഭവം തരാൻ ഈ കൃതിക്കാകും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങളെല്ലാവരും ഈ കൃതി വാങ്ങി വായിക്കണം. എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ കവിതകളിലായാലും ആറങ്ങോട്ടുകര പോസ്റ്റ്, പട്ടാമ്പി പാലം, പിൻവിളി, ഈ 3 കൃതികളിലായാലും ആറങ്ങോട്ടുകര എന്നൊരു ദേശത്തെ അടയാളപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് എന്ന് നമുക്കിത് വായിക്കുമ്പോൾ മനസ്സിലാകും. തൻ്റെ ദേശമായ ആറങ്ങോട്ടുകരയെ അദ്ദേഹം തൻ്റെ എഴുത്തിലൂടെ അടയാളപ്പെടുത്തുക കൂടി ചെയ്യുന്നു. നല്ലൊരു വായനാനുഭവം പ്രദാനം ചെയ്യുന്ന ഈ കൃതി നിങ്ങൾ വാങ്ങി വായിക്കണമെന്ന് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും.